വീട്ടിൽ എവിടെയാണ് മുസഹഫ് കിടക്കുന്നത്? എങ്ങനെയാണ് മുസഹഫ് കിടക്കുന്നത്? ഒരു മുസഹഫിന്റെ കടലാസിൽ ഒരൽപ്പം ചെറിയ കഷ്ണത്തിൽ ഒരൽപ്പം ചളി പുരണ്ടപ്പോ പേടിച്ച് വിറച്ച മഹാന്റെ പേരാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉയരാനുണ്ടായ കാരണം. ഓലെ മനസ്സിൽ അള്ളാഹിനെ പേടി നമ്മളെ തടിയിലേ ഉള്ളൂ, പുറം ഭാഗത്തേ ഉള്ളൂ, നമ്മളെ നാവിലേ ഉള്ളൂ, നമ്മളെ അഭിനയത്തിലേ ഉള്ളൂ, അകത്തേക്ക് കയറുന്നില്ല. മുസഹഫ് എവിടെയെങ്കിലൊക്കെ ഇട്ടേച്ച് പോകുന്ന വീട്ടുകാർ, കഷ്ണം കഷ്ണമായി കിടക്കുന്ന അതമില്ലാത്ത കുടുംബം, നമ്മളെ പഴമക്കാരായ ഉമ്മമാര്, ഞാൻ ഇപ്പോഴും ഓർക്കുക, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും ഞാൻ കേൾക്കാൻ, പഴയക്കാരായ ആളുകൾ ഒരു ടവൽ പോലത്തെ ഒരു കർച്ചീഫ് കൊണ്ട് ഇങ്ങനെ ഒരു കവർ ഉണ്ടാക്കും. പഴയ കാലത്ത് ഒരു കവർ ഉണ്ടാക്കി ആ കവറിന്റെ ഉള്ളിലേക്ക് മുസഹഫ് വെച്ചിട്ട് കെട്ടിയിട്ടാണ് അതപ്പോട് കൂടെ എടുത്തു വെക്കാറ്. അങ്ങനെ മുസഹഫ് പോലും ഒരു കടലാസിൽ പോലും എടുത്തു വെക്കുന്ന കുടുംബം. എന്നാൽ ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ കടലാസ് അത്തർ കച്ചവടക്കാരനോട് പോയി പറഞ്ഞു, മോനെ ഒരൽപ്പം അത്തർ തരുമോ? എന്തിനാണ് അത്തർ? ഒന്നുമല്ല, ഒരു മുസഹഫിന്റെ കഷ്ണം, അള്ളാഹുവിന്റെ പേരുള്ള ഒരു കടലാസിന്റെ തുണ്ട്, അത് എനിക്ക് അവിടുന്ന് കിട്ടി, ചളി പുരണ്ടിട്ടുണ്ട്, അതിലൊന്ന് അത്തർ പുരട്ടാനാ. അത്തർ കച്ചവടക്കാരൻ അത്തർ കൊടുത്തു. ആ അത്തർ പുരട്ടിയിട്ട് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് അതപോടുകൂടെ ആ ചെറിയ കടലാസിന്റെ തുണ്ട് വെച്ചിട്ട് അന്നത്തെ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പോകുന്നത് അന്നത്തെ സൂഫി വര്യനായ മഹാനായ സജ്ജാജ് റളിയല്ലാഹു അൻഹു അരികിലേക്കാണ്. സജ്ജാജ് റളിയല്ലാഹു അൻഹു അരികിലേക്ക് കയറി ചെന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു, ബിശ്റേ, നിങ്ങൾ അല്ലാഹുവിനെ ഉയർത്തിയതിന്റെ കാരണത്താൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. അല്ലാഹു മഹാനുകളെ ഉയർത്താൻ കാരണം പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനെ ഉയർത്തി എന്നതാണ്. അല്ലാഹുവിനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിച്ചു, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചു, അല്ലാഹു ഇഷ്ടപ്പെടാൻ പറഞ്ഞതിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ശുദ്ധമായ ഖുർആനിനോട് ആദരവില്ലാതെയായാൽ, അതുപോലെയുള്ള ബഹുമാനമില്ലാതെയായാൽ, പിന്നെ രക്ഷിതാക്കളെ, ഉമ്മ, നാം ചെയ്യുന്ന അമല് പോലും ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികളായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഒരു സദസ്സിൽ ഖുർആൻ ഓത്തിട്ടാ പോലും, ഖുർആൻ ഓത്ത് വയലിന്റെ സദസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കണ്ടാൽ പോലും മഹാനായ ശൈഖുന പറയും അത് ഓഫാക്കാൻ. എന്താ കാരണം? ആരും കേൾക്കാതെ വെറുതെ ഖുർആൻ കണ്ടത് അനാദരവല്ലേ? ആരെങ്കിലും കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അടവാണ്. ആരും കേൾക്കാതെ വെറുതെ ഖുർആൻ ഇങ്ങനെ ഓതുക എന്തിന്? നേരം പോകാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ആശ, അവരൊരു എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ. നിങ്ങൾ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഇടരുത് എന്ന് പറഞ്ഞ മഹാനവറുകൾ, ഖുർആൻ വെറുതെ കേൾക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ ഖുർആൻ സെറ്റിടാൻ പോലും മഹാനവറുകൾ തടയും പാടില്ലെന്ന് പറയും. നേരെ പക്ഷെ നമ്മളൊക്കെ നാടുകളിൽ ഈയിടെയായി ഒരു വീടിന്റെ കുടിരിക്കലിന് പോയി. കുടിരിക്കൽ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉദ്ഘാടനത്തിന് കയറി ഉസ്താദന്മാരും സയ്യിദന്മാരൊക്കെ അങ്ങോട്ട് കയറിയപ്പോ വീട്ടുകാരൻ പറഞ്ഞു, മൗലൂദ് ഓതാൻ മുകളിൽ സൗകര്യമുണ്ട്, മുകളിലേക്ക് അങ്ങ് കയറിക്കോളി എന്ന് പറഞ്ഞു. എല്ലാവരും മുകളിൽ കയറി. ഉസ്താദാണ്ട് ഓത്ത് മൗലൂദ് തുടങ്ങി. മൗലൂദ് ഓതാനും ഉസ്താദ്, ജവാബ് ചെല്ലാനും ഉസ്താദ്, ഹദീസ് ഓതാനും ഉസ്താദ്, ദുആ ചെയ്യാനും ഉസ്താദ്, ആമീൻ പറയാനും ഉസ്താദ്. എന്നാൽ ഈ പെരന്റെ മുതലാളിയായ ആളവിടെ ഒരു ഓർഡർ ചെയ്ത പൊറാട്ടയും പോയി വന്നുകൂടെ നോക്കണ തിരക്കിൽ അവർക്ക് മൗലൂദൊന്നും വേണ്ട. പെരക്കാരത്തി കൊടുന്ന പോയി എന്താ മട്ടം നോക്കണ തിരക്കില്ല. മൂപ്പത്തേക്ക് മൗലൂദ് വേണ്ട. കുട്ടികൾ അപ്പോഴും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെയാണ്, അവർക്ക് മൗലൂദ് വേണ്ട. സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നടക്കുമ്പോ, ഒരു വീട്ടിൽ മൗലിദ് നടക്കുമ്പോ ആ സദസ്സിൽ ഉണ്ടാകേണ്ടതാരാ? ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മളല്ലേ? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുകയാണ്. അതാണ് മൗലിദ്, അതാണ് മൗലിദ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുമ്പോ ആ സദസ്സിൽ അത് കേട്ടിരിക്കുന്നതാരാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ
റസൂൽ ആ മദ്ഹ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അവസാനം ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആ മദ്ഹ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോ, ഹസ്സാനേ, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹുമ്മ അയ്യദഹു ബിറൂഹിൽ ഖുദ്സ്, പടച്ചോനെ ഹസ്സാനെ റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബാ. സഹോദരങ്ങളെ, ലോകത്തെ മുത്ത റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു ജൂതനെ റസൂലുള്ളാഹ് പറഞ്ഞേക്കുകയാണ്. ഒരു ജൂതൻ വന്ന് റസൂലുള്ളാഹിനോട് 30 വെള്ളി കടം ചോദിച്ചു. പക്ഷേ മുത്തിന്റെ കയ്യിൽ കൊടുക്കാനില്ല. അവിടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനോട് പറ, 30 വെള്ളി കടം തരാൻ ഞാൻ പറഞ്ഞതാണെന്ന് പറയൂ. ഈ ജൂതൻ നേരെ പോയി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു, ഉസ്മാനെ, മുഹമ്മദ് ഒരു 30 വെള്ളി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് പറഞ്ഞു? മുഹമ്മദ്. പലവട്ടം ഇങ്ങനെ ചോദിക്കാം. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇദ്ദേഹം റസൂലുള്ളാഹിന്റെ പേരെങ്ങനെ ആവർത്തിച്ച് അവസാനം ഇയാൾക്ക് ദേഷ്യം പിടിക്കൂലേ? ഇയാൾക്ക് ദേഷ്യം പിടിക്കൂലേ? ഇയാൾക്ക് ദേഷ്യം പിടിക്കില്ല. ഇങ്ങനെ കൂടുതൽ ചോദിച്ചാൽ രണ്ടാൾ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കൂല, എനിക്ക് തീരെ ദേഷ്യം പിടിക്കൂല, നല്ല മനുഷ്യനാണ്. അപ്പൊ ഈ കേട്ട ആളെ ചിലക്ക് ദേഷ്യം പിടിക്കൂല, ഇല്ല ദേഷ്യം പിടിക്കൂല, ഇല്ല ദേഷ്യം പിടിക്കൂല, തീരെ പിടിക്കൂല, ഇല്ല ദേഷ്യം പിടിക്കൂല, തീരെ പിടിക്കൂല, അല്ലേ പറഞ്ഞേ ദേഷ്യം പിടിക്കൂല ഉറപ്പായി. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇയാള് പറഞ്ഞു, നിങ്ങൾ ആളെ പരിഹസിക്കാണോ? ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞല്ല, എന്റെ നാവിലൂടെ എന്റെ നേതാവായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ വരുന്ന കേട്ടപ്പോ അത് വീണ്ടും 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 കേൾക്കാൻ വേണ്ടിയാണ്, ആ പേര് കേട്ട് സന്തോഷിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചതെന്ന് ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര്, പ്രവാചകന്റെ മദ്ഹ് കേട്ടിരിക്കുക എന്നത് അത് മുൻഗാമികളുടെ അദബാണ്, മര്യാദയാണ്. മുൻഗാമികൾക്ക് അല്ലാഹു കൊടുത്ത കാവൽ, അല്ലാഹു കൊടുത്ത സഹായം. അഹങ്കാരം ഒരൽപ്പം അവരുടെ മനസ്സിലുണ്ടായില്ല. വീട്ടിൽ മൗലിദ് ഉണ്ടായാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാണ്, വീട്ടിൽ മൗലിദ് ഉണ്ടായാൽ ആ സദസ്സിലുണ്ടാകും ആര്? ആ പേരക്കാരന് ഉപ്പ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, എല്ലാ കുഞ്ഞു മക്കളും ആ സദസ്സിലുണ്ടാവും. നേരെ അപ്പുറത്ത് വേറെ റൂമുണ്ട്. ആ റൂമിൽ ഉമ്മ, മരുമകൾ, ചെറിയ ചെറിയ തൊട്ടിൽ കിടക്കുന്ന പൈതങ്ങളെ പോലും മടിയിൽ വെച്ച് ഉമ്മ വന്നിരിക്കും. തൊട്ടിൽ കിടക്കുന്ന അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന പൈതങ്ങളെ പോലും മടിയിൽ വെച്ച് വന്നിരിക്കും. അപ്പുറത്തുനിന്ന് മഹാന്മാരായ ഉസ്താദന്മാർ, ഇന്ന് മഹാന്മാരായ ഉസ്താദന്മാര് ചൊല്ലിക്കൊടുക്കുമ്പോ ആ വീട്ടിലിരിക്കുന്ന ഉപ്പ, മക്കള്, പേരമക്കള്, അപ്പുറത്ത് റൂമിലിരിക്കുന്ന ഉമ്മ, മരുമകള്, അവരെ മടിയിലുള്ള പൈതങ്ങളെ മടിയിലും വെച്ചിട്ട് സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി എന്നിങ്ങനെ പാടും. കാരണം ഉസ്താദ് ചൊല്ലുമ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ പാടട്ടെ. അല്ലാഹുവിന് ഇഷ്ടമുള്ളത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞു ഞാൻ റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ പ്രാർത്ഥന തട്ടില്ല. സദസ്സിൽ എന്റെ പൈതങ്ങളെ ഇരുത്തിയാൽ ഈ മക്കൾ നാളെ എന്റെ ശത്രുക്കളാകൂല്ല. അതുകൊണ്ട് എന്റെ മക്കൾക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകാൻ, എന്റെ വീട്ടിൽ റഹ്മത്തുണ്ടാകാൻ, എന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ ഞാൻ ഇവിടെ ഇരുന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹിന് ജവാബ് ചൊല്ലട്ടെ, ദുആക്ക് ആമീൻ പറയട്ടെ എന്ന ചിന്ത പഴയകാല ഉമ്മമാർക്കുണ്ടായി, പഴയകാല സ്ത്രീകൾക്കുണ്ടായി, പഴയകാല രക്ഷിതാക്കന്മാർക്കുണ്ടായി. അതുകൊണ്ട് ഖാലിഖായ റബ്ബ് അവരെ സഹായിച്ചു. അല്ലാഹുവിന്റെ കാവൽ അവർക്കുണ്ടായി. ഉമ്മമാരെ, അല്ലാഹുവിന്റെ കാവലുണ്ടായി, പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടായി. എല്ലാ രംഗത്തും അവർ രക്ഷപ്പെട്ടു. കാരണം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു ദ്വാർന്നാൽ ആ ദുആ അല്ലാഹു തട്ടുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സദസ്സ്
കുഞ്ഞു നാളിലെ റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടും പറഞ്ഞും ആസ്വദിച്ചും മഹാന്മാരും മഹാത്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമായി ഇടപഴകി ജീവിച്ചവരാരും കേടുവരില്ല. ഇന്നത്തെ തലമുറ കേടുവരാൻ കാരണം ഏറ്റവും വലുത് അവിടെയാണ്. കാരണം രാവിലെ വീട്ടിൽ നിന്ന് പോവുകയാണ്, എവിടേക്കാണ്? ട്യൂഷൻ, പിന്നെന്താ സ്കൂള്, വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ്, രാത്രിയോ നെയ്റ്റ് ക്ലാസ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടി പഠിച്ചത് എന്താണ്? ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം പഠിച്ചു. ആ കുട്ടിക്ക് ഉമ്മ ആരാന്ന് അറിയില്ല, വാപ്പാരാന്ന് അറിയില്ല. ഉമ്മാന്റെ ബീജം ഉമ്മാന്റെ അണ്ടം എങ്ങനെയാണ് എന്നറിയും, വാപ്പാന്റെ ബീജം എങ്ങനെയാണ് എന്നറിയും. വാപ്പാരെന്നറിയില്ല, ഉമ്മ ആരാണെന്നറിയില്ല. അവൻ മദ്രസയിൽ പോലും ശരിക്കും പഠിച്ചില്ല. സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് അവനെ ഉപ്പ കൊണ്ടുവന്നില്ല. അതേ പ്രകാരം മൗലിദിന്റെ മജ്ലിസിൽ ഉപ്പ ഇരുന്നില്ല, ഉമ്മ ഇരുന്നില്ല, അവരെ ഇരുത്തിയില്ല. അവസാനം ഈ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും മാത്രം കേട്ട് അങ്ങനെ വളർന്ന് 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 ഈ കുട്ടികൾ യുക്തിവാദികളാവുകയാണ്, നിരീശ്വരവാദികളാവുകയാണ്, അപകടകാരികളായി മക്കൾ മാറുകയാണ്. ഇവിടെയാണ് ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മളെ തലമുറക്ക് പഴയകാല അദബ് പഠിപ്പിക്കേണ്ടത്, പഴയകാല മര്യാദ നമ്മളെ തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മുൻഗാമികളായ മഹാന്മാര്, മഹാനായ കലീമുല്ലാഹി മൂസാ നബിക്ക് വയറുവേദന വന്നപ്പോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം വയറുവേദന വന്നപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ വയറുവേദന. അള്ളാഹു കൊടുത്ത മറുപടി, ഇന്ന സ്ഥലത്തൊരു പുല്ലുണ്ട്, ഒരു ചെടി, ആ ചെടി എടുത്ത് കഴിക്കുക. വയറുവേദന വന്നപ്പോ റബ്ബിനോട് ദുആ ചെയ്തു, അള്ളാഹു സുഖമാക്കി കൊടുക്കാൻ കാരണം പറഞ്ഞത്, ഇന്ന സ്ഥലത്തൊരു ചെടിയുണ്ട്, അതെടുത്ത് കഴിക്കുക. കഴിച്ചു, രോഗം മാറി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വയറുവേദന. അപ്പ ചിന്തിച്ചു, അന്നെന്റെ വയറുവേദന സുഖായത് എന്തുകൊണ്ടാ? മനസ്സിലായി. അന്നാ പുല്ലുന്നപ്പോഴേ പോയി പുല്ലും നോക്കുക. നമ്മള് ചിന്തിക്കാറില്ലേ, അലോപ്പതി കൊണ്ടാണ് മാറിയത്, ഇന്ന ഡോക്ടർ കൊണ്ടാണ് മാറിയത്, ഇന്ന ചികിത്സ കൊണ്ടാണ് മാറിയത്, ഇന്ന സ്ഥലത്ത് പോയപ്പോഴാ ചെടി മരുന്ന് കുടിച്ചപ്പോഴാണ് മാറിയത്. മൂസാ നബി ചിന്തിച്ചു, അന്ന് പുല്ല് അവിടെ ഉണ്ടോ? ഉണ്ട്. പുല്ലെടുത്ത് കഴിച്ചു, വയറുവേദന കൂടി. ആദ്യം വയറുവേദന സുഖമായ അതേ പുല്ലെടുത്ത് കഴിച്ചപ്പോ വയറുവേദന കൂടി. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ഈ വയറുവേദന കൂടിയല്ലോ, അന്ന് പുല്ലുന്നപ്പോഴല്ലേ സുഖായത്? അള്ളാഹു പറഞ്ഞു, അല്ല, അന്ന് പുല്ലുന്നപ്പോ സുഖായതല്ല, അന്ന് എന്നോട് ദ്വാരുന്നപ്പോ സുഖായത്. അന്ന് ദുആ ചെയ്തപ്പോ നിന്റെ രോഗം സുഖമാക്കി തരാൻ ഞാനൊരു കാരണം പറഞ്ഞതാണ് പുല്ല്, അല്ലാതെ പുല്ലിന്റെ രോഗം മാറ്റാൻ കഴിവില്ല. രാവും പകലും വീട്ടിൽ നിന്ന് ഓടില്ലേ മഹാനായ മൂലപ്പാപ്പാന്റെ ഖബറിലേക്ക് എന്തെങ്കിലും ഒന്ന് മഹാനവരുടെ ഹദറത്തിലേക്ക് ഒരു യാസീൻ ഓതാൻ, അല്ലെങ്കിൽ 4444 നാരിയത്ത് സ്വലാത്തി അല്ലാൻ, അല്ലെങ്കിൽ ഒരു മങ്കൂസ് മൗലൂദ് നേർച്ചയാക്കാൻ, അല്ലെങ്കിൽ ബദർ മൗലൂദ് നേർച്ചയാക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന നേർച്ചയുണ്ടല്ലോ വർഷാവർഷം, അതിലേക്കൊരു ചാക്ക് അരി നേർച്ചയാക്കട്ടെ, എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടെ. അതേ പ്രകാരം ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ, അവർക്ക് ഒരു ഫാത്തിഹ ഓതുകിൽ എപ്പോഴും അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. ഇവിടെ മറവിട്ട് കിടക്കണ മഹാന്റെ പേരിൽ മോളെ ഒരു യാസീൻ ഓദിക്ക മോളെ. ഗർഭിണിയായ പെണ്ണിനോട് പഴമക്കാരായ ഉമ്മമാര് പറഞ്ഞു കൊടുത്ത മോളെ, നീ ഗർഭിണിയാണ്, നിനക്ക് അള്ളാഹു നിന്റെ വയറ്റിൽ കുഞ്ഞിനെ തന്നത് അള്ളാഹുവാണ്, റൂഹ് ഊതി തന്നത് അള്ളാഹുവാണ്, ഇനി ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടവനും അള്ളാഹുവാണ്. അതുകൊണ്ട് മോളെ, നമുക്ക് ഡോക്ടറെ കാണാം, ഗുളിക കുടിക്കാം, മരുന്ന് കുടിക്കാം, ചികിത്സ തേടാം. പക്ഷേ ഇതിനൊക്കെ കാരണം നമ്മളെ റബ്ബാണ്, അള്ളാഹുവാണ് നമുക്ക് കുഞ്ഞിനെ തന്നത്, അള്ളാഹുവാണ് പ്രസവിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് പൊരുത്തപ്പെടുന്ന അമലുകൾ ചികിത്സയ്ക്ക് അളക്കാളേറെ ചെയ്യണം മോളെ. എല്ലാ ദിവസവും ഒരൽപ്പമെങ്കിലും നഫീസത്തെ മാല പാടുമോളെ, നഫീസത്തെ ബീവിയുടെ തവസ്സുലാക്കി ദുആ ചെയ്യുമോളെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ പേരിൽ 1-2 ചാക്കരി നേർച്ചയാക്കിക്കോ മോളെ. അല്ലാഹു പൊരുത്തപ്പെട്ട മഹാന്മാരുടെ പേരിൽ യാസീൻ ഓതി എല്ലാ ദിവസവും ദുആ ചെയ്തോ മോളെ. എന്നാലേ ഡോക്ടർമാർക്ക് നിന്നെ സന്തോഷിക്കാപ്പിക്കാൻ കഴിയൂ, എന്നാലേ നിന്റെ മരുന്നിന് ഫലമുണ്ടാകൂ എന്ന് പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ഉമ്മമാർ. ആരപ്പോ പറഞ്ഞു കൊടുക്കുന്നത്? പഴയ കാലത്തൊക്കെ പ്ലേറ്റ് എഴുതി കുടിക്കും,
മറിയം സൂറത്തും മറ്റൊക്കെ എഴുതിയിട്ട് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആന്റെ ബർക്കത്തുകൊണ്ട് പഠിച്ചോനെ എന്റെ മകള് പ്രസവിക്കട്ടെ, അല്ലെ ഗർഭിണി ചിന്തിക്കും ഞാൻ പ്രസവിക്കട്ടെ. കാരണം ഇതിനൊക്കെ കഴിവ് തരുന്നവൻ അള്ളാഹുവാണ്. ഇടയായ ഒരു പെൺകുട്ടി ഗർഭിണിയായ ഒരു പെൺകുട്ടി 8 മാസമായപ്പോ ആ പെൺകുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം കുട്ടിയിലേക്ക് ബാധിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കുട്ടി എടുക്കണം എന്ന് പറയും. അല്ലാഹുവിന്റെ ഗർഭിണികളായ മക്കൾക്കൊക്കെ സന്തോഷമുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. കുട്ടിയെ എടുക്കണം എന്ന് പറയും. അങ്ങനെ ആ പാവം മഞ്ഞപ്പിത്തമുള്ള പെൺകുട്ടിയെ ഓപ്പറേറ്റ് ചെയ്ത് കുട്ടിയെ പുറത്തെടുത്തു. പിന്നീട് ആ പെൺകുട്ടിയുടെ ബോധം തെളിഞ്ഞില്ല. 6 മാസത്തോളം ആ പെൺകുട്ടി ആ കിടത്തം കിടന്നു. 6 മാസത്തിന് ശേഷം ഏകദേശം 1 മാസത്തോളം മുമ്പ് ആ പെൺകുട്ടി അല്ലാഹുവിലേക്ക് തിരിച്ചു. ആർക്കാ തടയാൻ കഴിയുക? ഗർഭിണികളാകുന്ന സഹോദരിമാർ, നമ്മളെ പെണ്ണുങ്ങളെ, നമ്മളെ വളർന്നു വരുന്ന മരുമക്കളെയൊക്കെ അല്ലാഹുവിലുള്ള വിശ്വാസം സുദൃഢമാക്കണം. ഔലിയാക്കളോടുള്ള സ്നേഹം സുദൃഢമാക്കണം. നമ്മളെ മുൻഗാമികൾ കാത്തു സൂക്ഷിച്ച സംസ്കാരങ്ങളൊക്കെ നമ്മളെ മക്കളിൽ സന്നിവേശിപ്പിക്കാൻ ഉപ്പമാര് ഉമ്മമാര് കഴിവിന്റെ